ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡായ മാട്രയിലെ ഏക ഗവൺമെൻറ് LP സ്കൂളാണ് മാട്ര ഗവൺമെൻറ് LP സ്കൂൾ. ആ LP സ്കൂളിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഈ സ്കൂളിലെ ഹരിത ക്ലബ്ബ് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീമതി P. അശ്വതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഹരിത ക്ലബ്ബ് നമ്മൾ അടുത്ത ഒരു വർഷക്കാലം ആലോചിച്ചിട്ടുള്ളത് ഹരിത ക്ലബിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ കൃഷി രീതികളെ വിവിധങ്ങളായ വൈവിധ്യങ്ങളാർന്നിട്ടുള്ള കൃഷികളെ കാർഷിക ഉൽപ്പന്നങ്ങളെ എല്ലാം കൃത്യമായി കുട്ടികൾ പരിചയപ്പെടണമെന്നും ഒരു വർഷത്തിൽ പരിചയപ്പെട്ട ഇത്തരത്തിലുള്ള ഹരിത ഉൽപ്പന്നങ്ങളുടെ എല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ചോദ്യങ്ങളെ ഉൾപ്പെടുത്തുന്ന വാർഷിക ക്വിസ് മത്സരങ്ങൾ നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകണമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മറ്റത്തിനാനിയിൽ കുട്ടിയച്ചൻ എന്ന് പറയുന്ന മാട്രയിലെ ഒരു കർഷകൻ്റെ പറമ്പിൽ നമ്മൾ പോവുകയും 25ഓളം ഫലവൃക്ഷങ്ങൾ ആ പറമ്പിൽ കായ്കനികൾ നൽകി നിൽക്കുകയാണ്. ആ കായ്കനികളെ ആകെ നമ്മൾ പരിചയപ്പെടുകയും വൃക്ഷങ്ങളെ പരിചയപ്പെടുകയും ആ കായ്കനികൾ നമുക്കിന്ന് കുട്ടികൾക്ക് ഭക്ഷിക്കാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് ഹരിത ക്ലബിൻ്റെ ആദ്യ സന്ദർശനം നമ്മളിന്ന് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഹരിത ക്ലബിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ കുറച്ച് രക്ഷിതാക്കളും ചേർന്നിട്ടാണ് ഈ കൃഷിയിടത്തിലേക്ക് പോയിട്ടുള്ളത്. കൃഷിയിടത്തിൽ അവിടെ ചെന്ന് ലൈവായി തന്നെ വിളവെടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ഫലങ്ങൾ, കായ്കനികൾ അതിൻ്റെ വളർച്ച പൂർത്തിയായി നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുള്ളവയെല്ലാം ഈ കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും ആ വീട്ടിലെ കർഷക കുടുംബത്തിലെ അംഗങ്ങളും എല്ലാം ഉൾപ്പെടെ വിളവെടുക്കുകയും ആ വിളവെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളാകെ സ്കൂളിൽ കൊണ്ടുവന്ന് കുട്ടികൾക്കെല്ലാം ആ ഫലങ്ങൾ ഇന്ന് ഭക്ഷിക്കാൻ നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ ബുക്കും പേനയും ഒക്കെ കരുതിയാണ് ഈ തോട്ടത്തിൽ വന്നത്. അപ്പോൾ ആ തോട്ടത്തിൽ നിന്ന് പരിചയപ്പെട്ട വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ ആ ഫലങ്ങൾക്ക് പറയുന്ന പേര്, ഇപ്പം വൃക്ഷം നാരകം ആണ് വൃക്ഷം പരിചയപ്പെട്ടതെങ്കിൽ ഇപ്പം ആ ഫലത്തിന് നാരങ്ങയെന്നും അതുപോലെ വൃക്ഷത്തിന് നാരകമെന്നുമുള്ള പേരുകൾ ഉൾപ്പെടെ കുട്ടികൾ ബുക്കിൽ എഴുതി വയ്ക്കുകയും അതിലുള്ള അക്ഷരത്തെറ്റുകൾ ഇവിടെ സ്കൂളിലെത്തിയാൽ ഉടൻ തന്നെ ടീച്ചേഴ്സ് പരിഹരിച്ചു കൊടുക്കുകയും ഈ വർഷത്തിൽ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുന്ന ഈ വരും നാളുകളിലൊക്കെ ജൈവ കർഷകരുടെ മറ്റ് പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകും. സ്കൂളിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഇനങ്ങളെ കുട്ടികൾ പരിചയപ്പെടും. ഇങ്ങനെ കുട്ടികളെ ഒരു മാനവിക സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ എല്ലാ അറിവുകളുമുള്ളവരായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കുട്ടികളൊക്കെ കുറവാണെങ്കിലും ആ കുറവുള്ള കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ആ എണ്ണത്തിൽ കുറച്ച് കുറവാണ്, ആ എണ്ണത്തിൽ കുറവുള്ള എങ്കിലും ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ വലിയൊരു സമ്പത്തായി കരുതിക്കൊണ്ട് ആ സമ്പത്തിനെ കൂടുതൽ വലിയ സമ്പത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഒരു വലിയൊരു പരിശ്രമത്തിൽ മാതാപിതാക്കൾ, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ കുട്ടികൾ, ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു വർഷത്തിൽ ഹരിത ക്ലബിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ മറ്റ് ക്ലബ്ബുകളും ഈ മാസങ്ങളിൽ തന്നെ ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത വിധത്തിൽ ഈ കുട്ടികൾ വളർന്ന് വലിയ ഉന്നതിയിലേക്ക് എത്തും. വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു വലിയ പരിഷ്കരണം തന്നെ ഞങ്ങൾ ലക്ഷ്യമിടുകയാണ്. തനതായ പരിഷ്കരണത്തിലൂടെ കുട്ടികളുടെ ഒരു മാനസിക നിലവാരം, അവരുടെ വിദ്യാഭ്യാസ നിലവാരം അത് ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.